ഒരുപാട് സങ്കടത്തിൻ്റെ കണ്ണീരിനും അവസാനത്തിൽ ഒരു ഫലത്തിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഹലോ ഹായ് നമസ്കാരം, പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഹോട്ടലിലാണ് ഭക്ഷണം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്തിരുന്നപ്പോഴാണ് ചേച്ചിയുടെ വിളി വന്നത്, എൻ്റെ നാത്തൂൻ്റെ വിളി. ഇന്ന് വിദ്യുപ്രതാപ് വരുന്നില്ലേ, നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ മോളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് ആദ്യം അടിച്ചെങ്കിലും പിന്നീട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ അരുണേട്ടോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഒട്ടും എനിക്ക് കാണാൻ പറ്റില്ല എന്ന്. അതിന് മെയിൻ കാരണം നല്ല കണ്ണടച്ചിട്ടുള്ളത്, ലോങ് സൈറ്റ് എനിക്ക് ഒട്ടും കാണില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും പോവാം എന്നുള്ള ഒരിതായി. പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ 5 മണിക്കായിട്ട് ചേച്ചി പോയി അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 8-8:30 ആകുമ്പോഴേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. 10 മണിയായിരിക്കും പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിന് മുൻപേ നമ്മുടെ അവിടെ പാട്ട് വെച്ചപ്പോൾ നമ്മുടെ ശിലമോൾക്ക് സ്റ്റേജ് ഒന്നും വേണ്ട, അവിടെ കുറേ അമ്മമ്മമാരൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് അവൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ജനനിയും ചേച്ചിയും ഞാനും അരുണേട്ടനും മോളും അവിടുത്തെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. മോളെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അതിനോടൊപ്പം എനിക്കൊരു കൗതുകം തോന്നിയത്, നമ്മൾ അടുത്തിരുന്നൊരു കുട്ടീൻ്റെ അടുത്ത് നിന്ന് എൻ്റെ മോള് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ആ ഒരു പാരൻസ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവില്ല. അപ്പോൾ ഈ ചേച്ചിക്ക് ഈ വീഡിയോ കാണുവാണ്, താങ്ക് യു സോ മച്ച് കേട്ടോ. അങ്ങനെ വിധുചേട്ടൻ വന്നു, ലാൻഡ് ചെയ്തു. വിധുചേട്ടൻ ലാൻഡ് ചെയ്തത് മുതൽ അവസാനം വരെ ഭയങ്കര വൈബായിരുന്നു. ഒരു ബോറടിയും ഇല്ലാതെ കത്തിച്ച് കളഞ്ഞു എന്ന് പറയില്ലേ, അത്രയും വൈബും അത്രയും ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് നിന്നവർ ഈ അവസാനം വരെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വിധുചേട്ടൻ്റെ നമ്മുടെ പാട്ടുകളൊക്കെ ആസ്വദിക്കുകയായിരുന്നു. ഞാനും മോളും അവിടെ നമ്മുടെ അടുത്ത് ഇരുന്ന എല്ലാവരും തകർപ്പനായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് ആരെന്നറിയോ, ഇത്രയും പറഞ്ഞ അവരോട് മാത്രമല്ല, എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ വീടില്ലാത്ത പേരും പൊന്നില്ലാത്ത പേരും പണമില്ലാത്ത പേരും അങ്ങനെ 3 പെൺകുട്ടികളായ പേരും അങ്ങനെ പല പേരുകളും, പിന്നെ അതുപോലെ ഒരു ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ മുഴയെടുത്ത് കളഞ്ഞത് കൊണ്ട് തന്നെ ബാധിതയായിപ്പോയി എന്ന് കറിഞ്ഞിട്ട് അങ്ങനെ കുറേ ചേട്ടന്മാർ പെണ്ണ് കാണാൻ വന്നിട്ട് പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞ് നക്ഷത്രം ഒത്തിയില്ല. അങ്ങനെ പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയ എൻ്റെ ചേട്ടന്മാരോടാണ് എനിക്ക് നന്ദി പറയുന്നത്. കാരണം എന്നെ അന്ന് പെണ്ണ് കാണാൻ വന്ന് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും അടുക്കളേൻ്റെ 4 ചുമരിൽ ഞാൻ നിന്നേനെ. പക്ഷേ എന്തായാലും അവരാരും കല്യാണം കഴിക്കാത്തതുകൊണ്ട് ദയവായിട്ട് എൻ്റെ നല്ല മനസ്സ് പോലെ തന്നെ ദൈവം എനിക്ക് അരുണേട്ടനെ കൊണ്ട് തന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണ സമയത്ത് ട്രിവാൻഡ്രത്തായതുകൊണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കാണാം, 2ാം ദിവസം വീട്ടിലെത്തും, വല്ല പീഡനമായിരിക്കും, ഒരു ഫ്രീഡം ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷമാണ് ഞാനൊന്ന് ആർമാദിച്ചെന്ന് എൻജോയ് ചെയ്യുന്ന ലൈഫ്. സത്യം പബ്ലിക് ഏരിയ എൻ്റെ നാത്തൂൻ്റെ മുന്നിലേക്കാണ് ഞാൻ ഡാൻസ് കളിച്ച് ആർമാദിച്ചായിരുന്നു എൻ്റെ മോളെയൊക്കെ കൊണ്ട്. ഭയങ്കര ഡാൻസായിരുന്നു. ഡാൻസ് കളിച്ച് വിയർത്തൊലിച്ച് ആ സമയത്താണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. ലൈഫിൽ ഏറ്റവും വലിയ സങ്കടം ഉണ്ടായ ഒരു കാര്യമായിരുന്നു. എൻ്റെ വിവാഹത്തിന് ശേഷമാണ് അരുണേട്ടൻ സംഗീതം എന്ന ഈ ലോകത്ത് നിന്ന് എന്നെ വേണ്ട എന്ന് പറഞ്ഞു നിന്നത്. 2-2.5 വർഷം എന്നെയും മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് അരുണേട്ടൻ്റെ ജോലിയായിട്ടുള്ളതും പോയി, പിന്നെ അതുപോലെ തന്നെ പാട്ടും ഒക്കെ പാടാൻ മാനസികാവസ്ഥയില്ല. അങ്ങനെ കുറേ ഇതിൽ എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇനി സംഗീതം വേണ്ട എന്നുള്ളത്. അവിടെ നിന്നാണ് അരുണേട്ടൻ്റെ ഒരു ഉയർച്ച ഉണ്ടായെന്ന് പറയുന്നത്. അതിന് സപ്പോർട്ട് ചെയ്ത ഓരോരുത്തരോടും സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഡാൻസൊക്കെ സെറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് വന്നത്. വിധുചേട്ടൻ്റെയും സിത്താര ചേച്ചീൻ്റെയും പ്രോഗ്രാം ഞാൻ മുൻപ് കണ്ണൂരിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വിധുചേട്ടൻ്റെ മാത്രമുള്ളൊരു പ്രോഗ്രാം വീക്ഷിക്കുന്നതെന്ന് പറയുന്നത്. ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ഒരു പയ്യനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവനെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ ആൻസറൊക്കെ പറഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങിച്ച് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോളെ എടുത്തിട്ടായിരുന്നു ഞാൻ കൈ പൊന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ വേദിയിലേക്ക് വിളിച്ചു. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എന്ത് പറയണമെന്നൊന്നും എനിക്ക് അറിയില്ലുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വേദിയിലേക്ക് എത്തിയായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് വിധുവേട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചത്, എങ്ങനെയാണ് എന്താണ്, അറിയാത്തവർ കുറേ പേരുണ്ട്. പിന്നെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയാമല്ലേ. അപ്പോൾ അവിടെ പോയപ്പോൾ വിധുചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചിനെ അവിടെ വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ആൻസറായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ എവിടെ പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ മോളെയും കൊണ്ടാണ് പോവാറ് എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വേദി കിട്ടിയപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറയാനാണ് തോന്നിയത്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കാരണം എപ്പോഴും ഞാൻ കരയായിരുന്നു. ഞാൻ കാരണം എൻ്റെ അരുണേട്ടൻ്റെ കലാഫീൽഡ് പോയല്ലോ എന്ന് വിഷമിച്ചിരുന്ന ഒരാളാണ്. 2.5 വർഷമായിട്ട് ഏട്ടാ പ്രോഗ്രാമൊക്കെ വിട്ടു നിന്ന ഒരാളായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. എന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ നോക്കിയൊരു വ്യക്തിയാണ്. എത്ര പറഞ്ഞാലും മതി ഒരു ലേട്ടനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആ പാട്ട് ഏറ്റെടുത്തതിൽ.
ആ സമ്മാനം വാങ്ങാൻ വേണ്ടി ശരിക്കും അരുണേട്ടൻ എൻ്റെ അടുത്ത് വേണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വിധുചേട്ടൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഹസ്ബൻഡിനും കൂടെ വിളിക്കാവോ ചോദിച്ചത്. പക്ഷേ വിധുവേട്ടൻ നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് ആ സമയത്ത് ഏട്ടനോട് 2 വരി ഒരു 4 വരി പാടെന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബാൻഡായിട്ട് നമ്മൾ പോകുമ്പോൾ ഓൾറെഡി അവിടെ എല്ലാം സെറ്റായിരിക്കും. പിന്നെ അവർക്ക് ഇത്ര മണിക്കൂർ എന്നുള്ളൊരു പ്രോഗ്രാമിൻ്റെ ടൈമുണ്ട്. അവരെ പാട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും അവരെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഇത്രയും സമയം ഒരാൾക്കും കൊടുക്കില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ കാണാം.